മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും ഒറ്റക്കൊമ്പൻ ഇറങ്ങി. നല്ലതണ്ണി എസ്റ്റേറ്റ് ലയങ്ങളോട് ചേർന്നാണ് കാട്ടാന ഇറങ്ങിയത്. ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുകയാണ്. ജെയിനസ് രാജു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജെയിൻ, ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുകയാണ് എന്നറിയുന്നു. എന്താണ് വിവരങ്ങൾ? പൂജ, നല്ലതണ്ണി മേഖലയിലാണ് ഈ ഒറ്റക്കൊമ്പൻ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കല്ലാർ എസ്റ്റേറ്റ്, കല്ലാർ വേസ്റ്റ് പ്ലാന്റ്, മൂന്നാർ പഞ്ചായത്തിന്റെ വേസ്റ്റ് പ്ലാന്റിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം പല സ്ഥലങ്ങളിലേക്ക് ഈ കാട്ടാന പോയിരുന്നു. അതിനുശേഷമാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ നല്ലതണ്ണിയിൽ ഈ ലയങ്ങൾക്ക് സമീപത്തേക്ക് എത്തിയിരിക്കുന്നത്. അവിടെ ജനവാസ മേഖലയ്ക്ക് സമീപത്ത് തന്നെയാണ് കാട്ടാന ഉള്ളത്. നമുക്കറിയാം, ഒരു വശത്ത് പടയപ്പ ജനവാസ മേഖലയിൽ തുടരുകയാണ്. അതിനിടെയാണ് ഒറ്റക്കൊമ്പൻ ഇപ്പോൾ ജനവാസ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നത്. നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ഭീതിയിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. വനം വകുപ്പ് പ്രതിരോധ സംവിധാനങ്ങളും RRTയും കൂടുതൽ കാര്യക്ഷമമാക്കി ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മൊബൈലിലൂടെയൊക്കെ സന്ദേശം നൽകി മുന്നറിയിപ്പുകൾ നൽകാനാണ് അവർ ശ്രമിക്കുന്നത്. പടയപ്പയെ മുഴുവൻ സമയവും നിരീക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയിലാണ് ഒറ്റക്കൊമ്പൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ജനവാസ മേഖലയ്ക്ക് സമീപത്തേക്ക്. അവിടെയും RRT സംഘം ഉടനെ എത്തും. ആനയെ ജനവാസ മേഖലയ്ക്ക് സമീപത്തു നിന്ന് മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ വനം വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി ജെയിൻ, പടയപ്പയും ഒറ്റക്കൊമ്പനും ഒക്കെ ആകെ പ്രശ്നമുണ്ടാക്കുകയാണ്. RRT സംഘം ഉടനെ അവിടേക്ക് എത്തുമെന്നറിയുന്നു. ജെയിനസ് രാജുവാണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.